ഇനി ചായ കുടിച്ചിട്ട് വേണം ഉച്ചക്കത്തെ പരിപാടിയെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള അങ്കായല്ലേ കാരപ്പം ചൂടല്. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഉണ്ണിയപ്പത്തിന് ഓർഡറിലൊരു ദിവസമാണ്. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അമ്മ ഇന്നമ്മ പണിക്ക് പോയിട്ടാ, ഓർഡർ ഉണ്ടായതുകൊണ്ട് ലീവാക്കി. അതെ, ഇത് നമുക്ക് കുറച്ചധികം ഉണ്ണിയപ്പം കൊടുക്കാറുണ്ട്. ഒരു 1000-1300 ഉണ്ണിയപ്പത്തിന് മേലെ കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പം വേറെ ഒരു ചെറിയൊരു ഓർഡറും കൂടി വന്നിട്ടുണ്ട്. അത് 10-50 ഉണ്ടാവുമല്ലോ. അതിൽ തന്നെ ബാക്കി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ഉള്ളവർക്കാണ്. പിന്നെ ബാക്കി കുറച്ച് നമ്മളെ വീഡിയോ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി ഉണ്ണിയപ്പം അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് അത്രയും ഉണ്ണിയപ്പം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം രാവിലെ ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി 4 മണി 5 മണിയെല്ലാം ചൂടാൻ തുടങ്ങാം. അമ്മമ്മയും വന്നിട്ടുണ്ട് നമ്മളെ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറേ പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ആയിട്ട് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെറിയൊരു കേക്കെല്ലാം മേടിച്ചിട്ട് പ്ലം കേക്കെല്ലാം മേടിച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പാറൂസ് എടുക്കുന്നുണ്ട്. വാ അമ്മമ്മ. അമ്മമ്മ മെയിനായിട്ട് കൂട്ടുകൂട്ടാനെല്ലാം സഹായിച്ചിട്ടുണ്ടായിരുന്നു. അമ്മമ്മേനെ ഞാൻ പ്ലം കേക്ക് കൊടുത്ത് പറ്റിച്ച്. അമ്മമ്മയോട് ഞാൻ പറഞ്ഞ കേക്ക് കുടിക്കുന്നതൊക്കെ എന്തായിട്ട് കൂട്ടാൻ വരുന്നത്. ഞാൻ പക്ഷെ പ്ലം കേക്കാണ് മേടിച്ചത്. ക്രിസ്മസ് എല്ലാം ആയാലും അമ്മമ്മക്ക് അപ്പത്തിന് ക്രീം കേക്കാണ് ഒരു ഇഷ്ടം. നമുക്ക് ന്യൂ ഇയറിന് നല്ല ക്രീം കേക്ക് മുറിക്കാം കേട്ടോ അമ്മമ്മ. അപ്പൊ നമ്മളെ കൂട്ടെല്ലാം കൂട്ടിയതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ 100 ഉണ്ണിയപ്പത്തിൻ്റെ 500 ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം അങ്ങനെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. ഇന്നത്തെ നമ്മളെ ഓർഡറിലെ ദിവസം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൂട്ടെല്ലാം കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഇത്രയും നേരം അമ്മ നമ്മളെ മന്തുകൊണ്ടാണ് നടക്കുന്നുണ്ട്. അല്ല മറ്റേ ഇത് അതിലേക്ക് വിസ്ക് ചെറുതല്ലേ. ഒരു 100 ഉണ്ണിയപ്പത്തിനല്ലാതെങ്കിൽ വിസ്കെല്ലാം മതി. പക്ഷെ ഇത് കുറേ ഇല്ലേ. അപ്പൊ അങ്ങനെ തന്നെ അമ്മയിലടക്ക് പോയി വാങ്ങിയതും ചെറുത് തന്നെ. പക്ഷെ ഇളക്കുന്നല്ലേ. കൂട്ടെല്ലാം റെഡിയായി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം കേട്ടാ. ഇനി ബാക്കിയുള്ള എല്ലാം കൂടാതെ നമുക്ക് പഴവും ഏലക്കായ ഇപ്പൊ ചേർക്കുന്നില്ലേ. ഏലക്കായ അന്നേരം ചേർക്കാൻ തോന്നും. എപ്പോഴും ഇങ്ങനെ നോക്കിട്ട് പഴമെല്ലാം അരച്ച് ചേർക്കാനുണ്ട്. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടാനുണ്ട്. അതെല്ലാം ചൂടാൻ നേരത്തെ തേങ്ങാക്കൊത്ത് 3-4 തേങ്ങ വേണ്ടി വരും. കൊറേ ഇല്ലേ. മറ്റേ ആകുമ്പോൾ നമുക്കൊരു 100 ഉണ്ണിയപ്പത്തിനെല്ലാം ഒരു അരമുറി തേങ്ങ മതിയാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യട്ടെ. അത് നമുക്ക് ചൂടാൻ നേരത്ത് എല്ലാം റെഡിയാക്കാം. പഴം ചേർക്കലും പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ടെല്ലാം ചൂടാൻ നേരത്ത്. മൈദേൻ്റെ ദോശ കൂടി ആക്കുന്നുണ്ട്. അമ്മമ്മക്ക് അരി ഒഴിച്ച് അത്ര ഇഷ്ടമല്ല. പണ്ടേ തിന്നത് മടുപ്പ്. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം ദോശയും സെറ്റാക്കാൻ രാവിലത്തെ ചായന്റെ പലഹാരത്തിനെല്ലാം ഇപ്പൊ നോക്കുന്നത്രേ. അത് കുറച്ചെന്താ മെലകം കഴിക്കാനുണ്ട്. അമ്മമ്മക്ക് മാത്രം കിട്ടാതെ ദോശ. അപ്പൊ ഞാൻ അരിഗോതനാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് മൈദയും അരിപ്പൊടിയും ഇട്ടിട്ട് ദോശയും കൂടി ആക്കുന്നുണ്ട് കേട്ടാ. അമ്മമ്മക്ക് അരിഗോതൻ അത്ര ഇഷ്ടമല്ല. മുമ്പേ മടുപ്പ് പിടിച്ചു അരിഗോതൻ അല്ല അമ്മ. ഇങ്ങോട്ട് വാ അറിയട്ട്. ഇന്നലെ ഇല്ല അമ്മ. അതൊക്കെ അമ്മ വീഡിയോയിൽ എടുത്തതിന് അമ്മ എന്നോട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു തരുമോന്ന്. അപ്പൊ അമ്മമ്മ റിച്ചല്ലേ 1 ലിറ്ററിന്റെ കവറിലും മേടിച്ചോണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒഴിച്ചിട്ട് കുറച്ച് പുറത്തേക്കായി. അപ്പൊ നമുക്ക് വേഗം ദോശ ചൂടാ. പിന്നെ നല്ല ചിക്കൻ കറിയിലും ഉണ്ട് ഇന്നലത്തെ.
അപ്പൊ ദോശന്റെ പേരും മാച്ചാവും അരിഗോതന്റെ പേരും മാച്ചാവും. ഇന്നലെ കല്യാണത്തിന് പോയിട്ട് ഒരുപാട് ബാക്കിയായിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായി. പീസ് ഉണ്ട്. റൈസും ഞാൻ അത്ര എടുത്തിട്ട് ചോറ് രാവിലെ കൊടുക്കുമ്പോ കുറച്ച് അവർക്ക് അതല്ലേ വേണ്ടു ബിരിയാണി. മഴ കൈയിട്ടാ ദോശ ഇടാൻ വേണ്ടിട്ട്. ഒരാളുടെ തകൃതിയായ വിറക് ഇല്ലാതെ ഇത്രയേരം ഉണ്ടായിന്. ഞാൻ ദോശ ഇടുമ്പോഴത്തേനും കാരപ്പം ചുടാനിലെ വിറകാണ് കേട്ടാ. അമ്മ എന്നെ ഇടുന്ന് കീറുവെപ്പു ചാടിക്കാ അമ്മ വെച്ചിട്ട് ദോശ എടുത്തുന്നല്ലേക്ക് ചോറിന് പുറത്തെടുത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടായാമ ലോഗ് പോയി. അതിയും പോയി ലോഗും പോയി. അപ്പൊ കല്യാണ ബസ് ഇതാ പോകുന്നുണ്ട് കേട്ടാ. അതാ പോകുന്നു. അപ്പൊ അതിയും ലോഗും കല്യാണത്തിന് പോയി. നമ്മ പിന്നെ കാരപ്പെല്ലാം ചൂടാനുണ്ടായതുകൊണ്ട് പോയിട്ടാ. അപ്പം അത് നമുക്ക് വേഗം ചോറിന് വെള്ളം അടുപ്പത്താക്കാം. അല്ല വെള്ളം അടുപ്പത്താക്കി അരിയിടാം. നമ്മ വെള്ളം പോകുന്നില്ലേ? നമ്മെല്ലാവരും ചായ കുടിക്കലായി. അരിഗോതനും ദോശയും ചിക്കൻ കറിയും. അരിഗോതെന്ന് വെച്ചാൽ പച്ചരി കൊണ്ട് ഇങ്ങനെ പോയിക്കുന്നതാണ് കേട്ടാ. കുറച്ച് തേങ്ങയിലിട്ടിനമ്മ കറി ഉണ്ടായതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ നനച്ചതേ. അമ്മമ്മ കുറച്ചെടുക്കാം. അമ്മ കുറച്ച് തരാം. ടേസ്റ്റ് നോക്ക്. അമ്മമ്മക്ക് മിനിറ്റിന് കട്ടൻ ചായ വേണം. കട്ടൻ ചായ ഫാനാണ് അമ്മമ്മ. അതന്നെ ചിക്കൻ കറി ചൂടാക്കുമ്പോ തന്നെ ഗ്യാസ് വരുന്നു കേട്ടാ. ഇനിയിപ്പോ അമ്മ ഒരു കുറ്റിയാടെ അത് വെച്ചോ തൽക്കാലം. ഇതാ മൈദയും അരിയും കൂടിയുള്ള ദോശയും പച്ചരീൻ്റെ അരിഗോതനും ചിക്കൻ കറിയും. എരിയുന്നുണ്ടാവും നമുക്ക്. തുമ്മാ തിന്ന വായി വേഗം എരിയും. അതിങ്ങനെ നൂറെല്ലാം കൂട്ടി തിന്നുകൊണ്ട് പുകയൂലേ. ഇനി ചായ കുടിച്ചിട്ട് വേണം ഉച്ചക്കത്തെ പരിപാടിയെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള അങ്കായല്ലേ കാരപ്പം ചൂടല്. അരിവാദം ഉണ്ടാക്കുന്ന ചിക്കൻ കറി കൂട്ടുന്നേ. നമുക്ക് അങ്ങനെ വാരി കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല. കറി വിട്ട് അത് ഞാൻ കറി ഉണ്ടായതുകൊണ്ട് കുറച്ചാണ്. കറി ആടിയില്ലേ മറ്റേ പീസില്ലേ. പീസ് ഞാൻ രാവിലെ പിള്ളേർക്ക് ചൂടാക്കി വെച്ചേ. അത് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ഉപ്പാവുക. അമ്മമാര് ഉപ്പിന്റെ ആളാണ്. ഉപ്പ്, പഞ്ചസാര, പുളി, മധുരം, ചായരം തന്നാല് ലഡുന്നും പോലെ ഉണ്ടാവും. ഇന്നലെ ഞാൻ പോയത് എനിക്ക് താളം കഴിഞ്ഞ് ചായത് ഭയങ്കര മധുരം.
വൈകുന്നേരല്ലേ ഞാൻ രാവിലെ തിന്നിന് എന്നോട് പറഞ്ഞു വൈകുന്നേരം തേങ്ങക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ വൈകുന്നേരം പണിയേറി വരുമ്പോഴത്തേനും ചായയും കടികളാക്കിട്ട് കാത്തു. ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം വയ്ക്കൂ. ഇതേ വന്നിട്ടല്ല വിളിക്കണ ചൊടുക്കി തേങ്ങൻ്റെ വെള്ളം അധികം ലോകുവലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓടി കയറ്റീനു തേങ്ങയുടെ വെള്ളത്തിന്. അപ്പം ചൂടാനാ ക്രിസ്മസ് അല്ലേ വരുന്നു. ആ കള്ളപ്പം നമ്മ കഴിഞ്ഞ പ്രാവശ്യം ആക്കിയിട്ടേ വട്ടപ്പം. ഇപ്രാവശ്യം ആക്കണ്ടേ? ഒരാഴ്ച ലീവ് എടുക്ക് നമുക്ക് ആക്കാം. അപ്പോൾ അടുത്ത പരിപാടി പറഞ്ഞാൽ തേങ്ങ പൊട്ടിച്ചിട്ട് പുളി ഇതെല്ലാന്ന് കുറച്ചധികം തേങ്ങ വേണ്ടതുകൊണ്ട് ഇനി ആദ്യം ഇത് റെഡിയാക്കി വെച്ചിട്ട് ബാക്കി പരിപാടി എടുക്കാൻ വിചാരിച്ചാലമ്മ. നിങ്ങൾ പൊട്ടിച്ചെന്നേ ഞാൻ നമ്മ പൂള പറൂസ് മുറ്റിടാം. 3 പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കൈ നോക്കിയിട്ട് മുറിച്ചിട്ട് തേങ്ങയിൽ ആദ്യം പൊട്ടിക്കാം. തേങ്ങരോളം വേണോ അമ്മ? കുടിച്ചോ? നല്ല തണുപ്പാമ്മ. എൻ്റെ കൂസേ വേണോ? വേണോ വേഗം മേടിച്ചാലേ. നല്ല തണുപ്പുണ്ട്. നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കും പോലെ അല്ലേ? തണുപ്പല്ലേ? ചോറ് വന്നിട്ടുണ്ടാവും അല്ലേ? വാർക്ക വെള്ളം ഒഴിച്ചോട്ടാ. അപ്പോൾ വാർക്കാനോ വലിയ കഞ്ഞിക്കലോട്ടുണ്ടോ? ഞാൻ വാർക്കാനോ കുറേ അത് എൻ്റെ ഉണ്ടായത് ചെറിയ ചെടി തേങ്ങാക്കൊത്തല്ല ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. മതിയാവില്ല അമ്മ? മതിയാവില്ല. ഒന്നായി പൊട്ടിക്കണം. മതിക്കണം. മതിയാവും. 3 തേങ്ങയില്ലേ? 6 തേങ്ങയില്ലേ? അമ്മ വിറക് കൊത്തിയാലും തീരുന്നില്ലടോ. റബ്ബറിന്റെ ഇപ്പൊ എടുത്തോണ്ടെന്ന് കൊറേ വിറകടുപ്പിലായോണ്ട് കൊറേ വേണ്ടിയില്ലല്ലേ ഇന്ന് വിറക്. എടീക്കോ എവിടെ പോന്നേ? അപ്പം അമ്മ കാരപ്പം ചൂടാനിലെ വിറക് കീറലും പരിപാടിയെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കിലാണ്. അപ്പം ഞാൻ വേഗം കറിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടായില്ല കേട്ടാ. ഒരു കപ്പക്ക പറിച്ചിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് വേഗം ഒരു പരിപ്പും കപ്പക്കയും കറി വേഗം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് പോവാം. ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് അമ്മമ്മേൻ്റെ ഇഷ്ടപ്പെട്ട വിഭവ താളം കിഴങ്ങ്. അതെങ്കിലും തിന്നുമല്ലോ അല്ലേ? വേറെ ഒന്നും വേണ്ട അമ്മക്ക്. അമ്മക്ക് കേങ്ങ് അങ്ങനെയുള്ള സാധനം, കപ്പ, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങ ഉണ്ടാവും അമ്മ? പറയൂ തേങ്ങ. വൈകുന്നേരത്തെ ചായക്ക് നമുക്ക് പൂങ്ങാല്ലേ? പൂങ്ങിയിട്ട് കാന്താരി ചമ്മന്തിയും കൂട്ടിയിട്ട് അടിക്കണം. കാന്താരി ഇല്ല അല്ലേ? എല്ലാം കഴിഞ്ഞ് അങ്ങാടി ഉണ്ട്. ആ റോഡ് സൈഡിൽ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ടായിന്. ചക്കാപ്പൂലൊന്നും പിടിക്കുന്നില്ല. ഇതാ കാവത്ത്. അപ്പുറം കൊറേ ഉണ്ടമ്മ വള്ളി തൂങ്ങുന്നിങ്ങനെ.
കാവത്ത നല്ല ഞാൻ പരിപ്പും കപ്പക്കയും വെക്കാൻ വേണ്ടിട്ട് കപ്പക്ക ആടെ പറിച്ചോണ്ട് വെച്ചിട്ടുണ്ട് അന്നേരം നിങ്ങൾ ഇടുന്ന് കളക്കുന്ന വെച്ചേട്ടിന് കപ്പൊക്കെ പഠിക്കാൻ അറിയാ പറിച്ചൂന്ന് ഇത് കറിക്ക് പറ്റിയത് എങ്ങനെയാ ആടപ്പുറം ആരും ഇരിക്കാനില്ല മൂലക്കണ്ടല്ലോ അതിനൊന്നും എത്തിച്ചൂടെ പഴയാതെ പറിക്കുന്നു വളഞ്ഞിട്ടുണ്ടാവും ഇത് വേണ്ട അത് ഇലയുടെ പലഹാരം കറിയിലിട്ട രസം ഉണ്ടാവില്ല അല്ലേ ഇന്ന് 90 90 അപ്പം ഞാൻ വേഗം പോയിട്ട് കറിയാക്കട്ടെ തേങ്ങ ഉണ്ട് അപ്പോൾ പരിപ്പെല്ലാം ഇതാ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കപ്പയ്ക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കപ്പൊക്കെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഓർഡറുള്ള ദിവസമായതുകൊണ്ട് വൈകുന്നേരത്തേക്കും വരെ ഒന്നിച്ച് കറി വെക്കുന്നുണ്ട് 2 വീട്ടിലേക്കും വേണ്ടുന്നത് അപ്പോൾ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കപ്പയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം പൊടികളായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് 2 or 3 വിസിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് വിസിലടിച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങയും ജീരകവും ഒന്ന് അരച്ചിട്ടിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും അതും കൂടി വറുത്തിട്ട് കൊടുത്താൽ നല്ല അടിപൊളി പരിപ്പും കപ്പയ്ക്കും കറി റെഡി കേട്ടോ പച്ചക്കായി ഇട്ടിട്ടും ഇതുപോലെ വെക്കലുണ്ട് കപ്പക്കൊക്കെ പകരം അപ്പോൾ നമ്മളെ പരിപ്പും കപ്പക്കയും കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ചിക്കനും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവമെല്ലാം സെറ്റ് അപ്പോൾ ഇത്രയേരം അമ്മമ്മ ഇവിടെ വന്നിട്ടുണ്ടായി കേട്ടാ എൻ്റെ പെണ്ണ ഉണ്ടായി അമ്മമ്മ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയി എനിക്ക് കറിയെല്ലാം എടുത്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചോറ് കഴിക്കുക അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം അമ്മ നെയ്യിൽ വറുത്തെടുക്കലായി കേട്ടാ ചോറ് കഴിക്കണ്ടേ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും വറുത്തെടുക്കലായി ആദ്യം തേങ്ങ പുളിന്ന് തോന്നല്ലേ ഒരു തേങ്ങ ആദ്യം പുളി അല്ലേ മൊത്തം ഇത്ര 4 തേങ്ങ എടുത്ത് അന്നേരം അമ്മമ്മ പറഞ്ഞിനെ അത് മതിയാവില്ലാന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു താളും കിഴങ്ങെല്ലാം വെച്ചു കൂട്ടാ താമമ്മയും അമ്മയും കൂടിയിട്ട് താളം കിഴങ്ങെല്ലാം ചൂടിയെല്ലാം കളഞ്ഞ് വൈകുന്നേരത്തെ ചായക്കുള്ള സംഭവം സെറ്റായി ഇനി ചോറ് കഴിക്കേ വേണ്ടു ചോറും ആ ചിക്കൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിക്കണം അപ്പൊ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം പഴവും ഇതെല്ലാം അരച്ച് അരിച്ചേർത്ത് തേങ്ങാക്കൊത്തെല്ലാം നമ്മൾ ചോറ് വയ്ക്കുന്നതിന് മുന്നേ വറുത്ത് വെച്ചിട്ടുണ്ടായിനി പിന്നെ ഏലക്കായി അതെല്ലാം പൊടിച്ച് ചേർത്തു പിന്നെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിപ്പി വീഡിയോസിലെല്ലാം ഇട്ടിട്ടുണ്ട് ഇന്നൊരു റെസിപ്പി ആയിട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ അതുകൊണ്ടാണ് അപ്പോൾ എന്താ ചുട്ടിട്ട് ഏകദേശം ഒരു 1/4 ഭാഗം എന്ന് പറയാൻ പറ്റൂല എന്നാലും അത്ര പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരുപാട് ഉണ്ടായതുകൊണ്ട് 2 ഉരുളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കാര വെച്ചിട്ടുണ്ട് ഒരു ഉരുളിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൊരിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതിനാണ് നല്ല കളറാകുമ്പോൾ അതിലേക്ക് മാറ്റുന്നു പിന്നെ അമ്മ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിന് കാര ഏതിൻ്റെയാണ് നല്ലത് എന്ന് ഇരുമ്പിൻ്റെ ആണോ ഇൻഡാലിയത്തിൻ്റെ ആണോ നമ്മൾ ഓടിൻ്റെ അല്ലേ എടുക്കൽ ഓട്ടുരുളീൻ്റെ കാര ഉരുളിയെല്ലാം ഉണ്ടാവില്ലേ നല്ല കനവില്ല വെയിറ്റില്ല ഓട്ടിൻ്റെ ആ ഒരു മെറ്റീരിയലാണ് ആ ഒരു ഇതാണ് കേട്ടോ കാര ഉണ്ടാവില്ല നമ്മൾ പണ്ടേ വാങ്ങിയതാണ് അതിൽ തന്നെയാണ് ഇപ്പവും ചൂടുന്നത് അമ്മ നല്ല ഷർട്ടെല്ലാം ഇരിക്കണ്ടല്ലേ ചൂടെടുക്കുന്നതായിട്ട് വിറകടുപ്പിലാകുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ കുറേ ഉണ്ണിയപ്പം ഇതാ ഇതിൽ ചുട്ട് വെച്ചിട്ടുണ്ട്
അപ്പം ബാക്കി ചുടുന്നുണ്ട്. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഉണ്ണിയപ്പം ചുട്ട് ഈ ഒരു വട്ടയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം നിറയാനാകുമ്പം ബട്ടർ പേപ്പർ നിരത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തണിയാൻ വേണ്ടിയിട്ട്. ഉണ്ണിയപ്പം എല്ലാം ഒന്ന് തണിഞ്ഞതിന് ശേഷം വേണം ഇനി കാർബോണിൻ്റെ ബോക്സിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം അനിയത്തിയാണ് ചുടുന്നുണ്ടായിനി, പിന്നെ കുറേ ചുട്ട് അയാടും, പിന്നെ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് നിന്നു. ആള് വീഡിയോയിൽ വരില്ലാന്നേ ഇല്ലു. ഉണ്ണിയപ്പം ചുടുന്ന സമയത്തും എന്തിനായാലും നല്ല സഹായത്തിനായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പൊ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ചുട്ട് കഴിഞ്ഞ് അമ്മ കാര വാങ്ങി വെക്കലായി കേട്ടാ. അമ്മ വൈകുന്നേരം ചായക്ക് പൊങ്ങിയ താളം കിഴങ്ങ് രാത്രി തിന്നണ്ടേ വരും. നമ്മ അതിന്റെ ഇടക്ക് ഓരോ കിഴങ്ങ് ഓരോ ചായയിൽ കുടിച്ചു കഴിഞ്ഞു. ചായ കടക്കായിട്ട് തന്നിട്ടേ അതിലിപ്പോ നമ്മ ഓരോ കിഴങ്ങാനും തിന്നു. പിന്നെ അപ്പം ചുട്ടിട്ട് കഴിഞ്ഞു. അമ്മമ്മ കഴിഞ്ഞതല്ല മതിയാക്കി. നമ്മളെ ഓർഡർ കണക്കായിട്ടുള്ളത് ആയി. മാവ് കുറച്ചുകൂടി ഉണ്ട്. അത് പിന്നെ ചൂടാ നമുക്ക് പിന്നെ 7 കുഴി ഉള്ള കാര്യമല്ലേ. ഇനിയിപ്പം ഒരു 11 കുഴിയോ ഒരു 9 കുഴിയോ അങ്ങനെയുള്ള മണിക്കാണ്. അതെ ഇങ്ങനത്തെ കാര്യം വാങ്ങിച്ചോ. എണ്ണ കുടിക്കും, എണ്ണ കുടിക്കും, പിന്നെ ചൈയും വരും കുറേ കാലം കഴിയുമ്പോൾ. ഇരുമ്പിന്റെ ഒരു അറിയില്ല, തുരിപ്പിക്കുമ്പോ പോലെ. പിന്നെ അലുമിനിയത്തിന്റെ പിന്നെയും കിട്ടും. അലുമിനിയത്തിന്റെ അല്ല ചിലടത്തെല്ലാം ഇരുമ്പിന്റെ കാരാണ്. ഇരുമ്പിന്റെ കാരയിൽ ചുടുന്നതാണ്. കിട്ടും തോന്നുന്നു അല്ലേ. കിട്ടേണ്ടി നമുക്കിപ്പം സ്ഥിരമായി ചുടണമെങ്കിൽ അത് ഇതാവൂലേ, ഇത് പൊടിക്കൂലേ. ഇപ്പം ചുടുന്നാക്കെല്ലാം അങ്ങനെ പറയണം. പാറൂസേ താളം കിഴങ്ങ് വൈകുന്നേരം ചായക്ക് തിന്നാൻ വേണ്ടിട്ട് പുഴുങ്ങി വെച്ചിട്ട് അതെയാ നീ ചായ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടേ അമ്മ എനിക്ക് പാരട്ടോടെ അമ്മ എടുക്കുക വെച്ചിട്ട് അമ്മ ഇപ്പൊ കല്യാണത്തിന്റെ അടുത്ത് കല്യാണം അവിടെ പോയിട്ട് പ്രഥമനും പാൽപ്പായസം കൊണ്ടുപോകും. അതും കുടിച്ച് കൊറേ അപ്പൊ നമ്മളിവിടെ നാട്ടിൻപുറത്തെല്ലാം അങ്ങനെയാണ്. ബാക്കിയുണ്ടെങ്കിൽ അവര് എല്ലാ വീട്ടിലും വിളിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇന്നലെ ആയാലും അങ്ങനെ ബിരിയാണിയെല്ലാം ഒരുപാട് ബാക്കിയുണ്ട്. അതെല്ലാം കൊണ്ടുവന്നിന് ഇന്ന് സദ്യയും ബാക്കിയുണ്ട്. അപ്പൊ അതിലോകോ കല്യാണത്തിന് പോയിട്ടുണ്ടായി. നമുക്ക് പിന്നെ ഇനിയെല്ലാം തിരക്കെല്ലായോണ്ട് പിന്നെ പോയിട്ട് അപ്പോ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞു. രാത്രി ആയിട്ടുണ്ട് കേട്ടാ. ഒരു ടെൻഷനാണ് വേഗം ആവണ്ടേ വിചാരിച്ചിട്ട് വേഗം എന്താ വെച്ചാല് 4 മണി കഴിഞ്ഞ് നമ്മ കാരടുപ്പത്ത് വെക്കുമ്പോ തന്നെ ഇപ്പൊ സമയത്തായി 9:45 1300 കാരപ്പം നമ്മൾ ചുട്ട് 10 മണി ആയിക്കോട്ടെ. 10 മണിക്ക് കയ്യിലാണ് ഞാൻ പാറോട് ചോദിച്ചത്. അപ്പൊ കയ്യിൽ ഒപ്പട്ടേ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കാരപ്പത്തിന് ഓർഡറിൽ ഒരു ദിവസത്തെ നമ്മളൊരു ദിവസം അങ്ങനെ എടുത്തതാണ്. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പെല്ലാം ചുട്ട് റെഡിയാക്കി. ഇനി നാളെ രാവിലെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി എല്ലാം കാർബണിൻ്റെ ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണിഞ്ഞതിന് ശേഷം അതെല്ലാം ഒന്ന് പാക്ക് ആക്കണം. അതെല്ലാം ഇനി പണിയുണ്ടത്രേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്നും ചെയ്യണേ. അല്ല മമ്മ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.